Before the throne of God above, I have a strong, a perfect plea, a great high priest whose name is love, whoever lives and pleads for me. My name is graven on his hands, my name is written on his heart. I know that while in heaven he stands, no tongue can bid me thence depart. When Satan tempts me to despair and tells me of the guilt within, upward I look and see him there, who made an end of all my sin. Because the sinless Savior died, my sinful soul is counted free. For God the just is satisfied to look on him and pardon me. Behold him there, the risen Lamb, my perfect spotless righteousness, the great unchangeable I am, the King of glory and of grace. One with himself I cannot die, my soul is purchased by his blood, my life is hid with Christ on high, with Christ my Savior and my God, with Christ my Savior and my God. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ച കിൻഡർ ഗാർഡൻ അറ്റ് ബെഥേസ്ദയിലെ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കപ്പർന്നഹൂം എന്ന സ്ഥലത്ത് ഒരു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ സംഭവമാണ് ഈ ഞായറാഴ്ച നാം അല്പമായി ചിന്തിക്കുന്നത്. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് എന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും കപ്പർന്നഹൂമിൽ ചെന്നു. യേശു പത്രോസിൻ്റെ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ യേശു ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കായെടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ യേശുവിന് അധികാരമുണ്ട് എന്ന് അവർ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സുവിശേഷ ഭാഗം നാം വായിച്ചപ്പോൾ വിചിത്രമായ ഒരു സംഭവം അവിടെ നടന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു.
സംഭവം വിചിത്രമെങ്കിലും അതിലൂടെ വിലയേറിയ സത്യങ്ങളാണ് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. കബർന്നഹൂമിലെ ഒരു വീട്ടിൽ യേശു ഉണ്ടെന്നറിഞ്ഞ് ജനങ്ങൾ അവിടേക്ക് ഓടിക്കൂടുന്നു. യേശുവിനെ കാണുവാനും യേശു പഠിപ്പിക്കുന്നത് ശ്രവിക്കുവാനും യേശു ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ നേരിൽ കാണുവാനുമായിരുന്നു അവർ അവിടേക്ക് വന്നത്. യേശു ഇരുന്നിരുന്ന ആ മുറിയിൽ സ്ഥലമില്ലായകയാൽ വീടിന് വെളിയിൽ ജനങ്ങൾ വന്നു കൂടിക്കൊണ്ടേയിരുന്നു. പലരും തങ്ങളുടെ രോഗികളുമായിട്ടാണ് അവിടെ വന്നത്. യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. ഓടിക്കൂടിയവരിൽ ശാസ്ത്രിമാരുമുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഓഫ് ദ ലോ. യേശു പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കുവാനായിരുന്നു അവർ അവിടെ വന്നത്. അങ്ങനെയിരിക്കെ 4 പേർ ചേർന്ന് ഒരു പക്ഷവാത രോഗിയെ, എ പാരലൈറ്റിക് മാൻ, ചുമന്നുകൊണ്ട് അവിടേക്ക് വരുന്നു. യേശുവിൻ്റെ അടുത്ത് എത്തുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ അവർ യേശു ഇരുന്നിരുന്ന മുറിയുടെ മേൽക്കൂര പൊളിച്ച് ആ പക്ഷവാതക്കാരനെ അവിടേക്ക് ഇറക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നതാണ് ഈ വചനഭാഗത്തെ പ്രതിപാദ്യ വിഷയം, വിശ്വാസത്താലുള്ള രക്ഷ. Some men came, bringing to him a paralytic carried by 4 of them. Since they could not get him to Jesus because of the crowd, they made an opening in the roof above Jesus, and after digging through it, lowered the mat the paralyzed man was laying on. When Jesus saw their faith, he said to the paralytic, "Son, your sins are forgiven." ആ പക്ഷവാതക്കാരനോട് യേശു പറയുകയാണ്, മകനെ, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാർക്ക് യേശുവിനോട് നീരസം വന്നു. Now some teachers of the law were sitting there, thinking to themselves, "Why does this fellow talk like that? He is blaspheming. Who can forgive sins but God alone?" അവിടെ ഇരിപ്പുറപ്പിച്ചിരുന്ന ചില ശാസ്ത്രിമാർ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് യേശു എന്ന മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നെന്നോ? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളത്? പ്രിയ സഹോദരങ്ങളെ, ഈ ശാസ്ത്രിമാർ മനസ്സിലാക്കിയില്ല തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന യേശു എന്ന ഈ മനുഷ്യൻ സാക്ഷാൽ ദൈവമാണ് എന്ന്. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന ദൈവമായിരുന്നു. അവർക്കത് പിടികിട്ടിയില്ല. Immediately Jesus knew in his spirit that this was what they were thinking in their hearts, and he said to them, "Why are you thinking these things? Which is easier, to say to the paralytic, 'Your sins are forgiven,' or to say, 'Get up, take your mat and walk'? ഏതാണ് എളുപ്പം? Which is easier? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം? അതോ നീ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നതാണോ എളുപ്പം? ഇത് യേശുവിന് എളുപ്പമാണോ എന്നല്ല അവരോട് ചോദിക്കുന്നത്. യേശുവിന് ഏത് കാര്യമാണ് പ്രയാസമുള്ളത്? അവൻ ദൈവമാണ്. യേശു ഈ ശാസ്ത്രിമാരുടെ മനോനിലവാരത്തിലേക്ക് ഇറങ്ങി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം? അതോ നീ എഴുന്നേറ്റ് കിടക്ക എടുത്തുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നതാണോ? പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എളുപ്പമായിട്ടുള്ളത് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ്. പക്ഷെ അവരൊന്നും മിണ്ടിയില്ല. അവരോർക്കുകയാണ്, ഈ പക്ഷവാത രോഗിയെ 4 പേർ ചേർന്ന് ചുമന്നുകൊണ്ട് ഇവിടെ വന്നത് അവന് സൗഖ്യം കിട്ടുവാനാണ്.
അപ്പോൾ എളുപ്പമുള്ള സംഗതി ശരീരത്തിൻ്റെ സൗഖ്യമാണ് എന്ന് അവർ കരുതുകയാണ്. അതുകൊണ്ടാണ് അവർ ഒന്നും മിണ്ടാഞ്ഞത്. വിച്ച് ഈസ് ഈസിയർ? ആ ചോദ്യം ഇപ്പോഴും യേശു നമ്മോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? യേശു അങ്ങനെ ചോദിച്ചതിന് കാര്യമുണ്ട്. കാരണം പാപം എന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ചയാണ്. പാപം മോചിക്കപ്പെടുമ്പോൾ അവിടെ ഒന്നും കാണുവാൻ കഴിയില്ലല്ലോ. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. എന്നാൽ ആരും അറിയുന്നില്ല അവിടെ എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന്. ഇത് പറഞ്ഞ വ്യക്തി ഫ്രോഡായിരുന്നോ അതോ ജെനുവിനായിരുന്നോ എന്നറിയാനും വഴിയില്ല. എന്നാൽ നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടന്ന് വീട്ടിൽ പോക എന്ന് പറയണമെങ്കിൽ നല്ല ധൈര്യം വേണം, മനക്കരുത്ത് വേണം, ഗട്ട്സ് വേണം. വൺ ഷുഡ് ഹാവ് ദ നെർവ് ടു ഡു ഇറ്റ്. ആ ശാസ്ത്രിമാർ കാണുകെ ഇവിടെ യേശു അതാണ് ചെയ്തത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിശ്വാസത്താലാണ് പാപമോചനം നമുക്ക് യാഥാർത്ഥ്യമായി മാറുന്നത്. അല്ലാതെ പാപമോചനം കാണാൻ കഴിയുന്ന ഒന്നല്ല. ആ പക്ഷവാത രോഗിക്ക് അവൻ യേശുവിൽ നിന്ന് ലഭ്യമായ പാപമോചനം കാണുവാൻ കഴിഞ്ഞില്ല. അവൻ വിശ്വസിച്ചാൽ മാത്രമേ പാപമോചനത്തിൽ നിന്നുള്ള സന്തോഷവും സമാധാനവും ആശ്വാസവും സൗഖ്യവും അവന് ലഭ്യമായി പാപഭാരം അവൻ്റെ തോളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കുവാൻ അവന് കഴിയുകയുള്ളൂ. അവൻ വിശ്വസിച്ചില്ലെങ്കിലോ എന്തായിരിക്കും പരിണിത ഫലം? അവൻ പാപത്തിൽ തന്നെ തുടരും. അവൻ പക്ഷവാത രോഗിയായി തന്നെ തുടരും. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച, ഒറ്റപ്പെടൽ, അവന് വരുവാൻ പോകുന്ന ആ ഭയങ്കര ന്യായവിധി, ഇവയാൽ അവൻ വിഷമിക്കും. എന്നാൽ ഈ പക്ഷവാത രോഗി മനസ്സിലാക്കി പാപമോചനവും ശാരീരിക സൗഖ്യവും ദൈവത്തിൽ നിന്ന് മാത്രമേ ലഭ്യമാകൂ എന്ന്. നമുക്കറിയാം, ഈ 4 പേർ ചേർന്ന് ആ മനുഷ്യനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുവാൻ വന്നപ്പോൾ അവൻ ചോദിച്ചു കാണാം, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന്. ഈ 4 പേർക്ക് നല്ല വിശ്വാസമായിരുന്നു. പക്ഷവാത രോഗിയോട് അവർ പറഞ്ഞു കാണും, യേശു എന്ന ഒരുവനുണ്ട്, അവൻ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, അവൻ സാധാരണക്കാരനല്ല. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ആ ലാവണ്യ വാക്കുകൾ എത്രയോ അത്ഭുതങ്ങൾ നടത്തുന്നതാണ്, സൗഖ്യദായകമാണ്, ആശ്വാസം നൽകുന്നതാണ്. അവൻ നാം ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ല. ആ യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ആ പക്ഷവാത രോഗിക്ക് കഴിഞ്ഞു. നിശ്ചയമായും ആ പക്ഷവാത രോഗിയും യേശുവിനെ വിശ്വസിച്ചു കാണണം. അതിനാലാണ് അവന് സൗഖ്യം പ്രാപിക്കുവാൻ കഴിഞ്ഞത്. അവനെ ചുമന്നുകൊണ്ടുവന്ന ആ 4 പേരുടെ വിശ്വാസത്തോടൊപ്പം തന്നെ ആ പക്ഷവാത രോഗിക്കും വിശ്വാസമുണ്ടായി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. വിച്ച് ഈസ് ഈസിയർ? ഒരു സംഗതി എളുപ്പമാക്കി തന്നാൽ അതുപോലും സ്വീകരിക്കുവാൻ തയ്യാറാകാത്ത ജനത്തെയാണ് നാം എവിടെയും കാണുന്നത്. ഏത് സംഗതിയാണ് മാനവജാതിക്ക് യേശു എളുപ്പമാക്കി തന്നത്? യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള രക്ഷ. അതായത് രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. For it is by grace you have been saved through faith. കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താലാണ് രക്ഷ. റോമൻസ് 3:27 says, ആകയാൽ പ്രശംസ എവിടെ? Where then is boasting? It is excluded. അത് പോയി. On what principle? ഏത് മാർഗത്താൽ? On that of observances? കർമ്മമാർഗത്താലോ? No, but that on faith.
വിശ്വാസമാർഗത്താൽ തന്നെ. സത്യസുവിശേഷവും മതങ്ങളും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശരീരത്തിൻ്റെ സൗഖ്യമാണ് എല്ലാവർക്കും വേണ്ടത്. ആത്മാവിൻ്റെ സൗഖ്യത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നേയില്ല. കാർമ്മികനോ പൂജാരിയോ പറയുന്ന കർമ്മങ്ങളെല്ലാം അവർ ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രമാണ്. എന്നാൽ ശരീരസൗഖ്യം ഈ ഭൂമിയിൽ കിട്ടിയവനും മരിക്കും. ഹീബ്രൂസ് 9:27 സേസ്, ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. എന്നാൽ നിലനിൽക്കുന്ന ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ തേജസ്കരണത്തിനാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് നാം കാത്തിരിക്കുന്നു. റോമൻസ് 8:23, 2 Corinthians 3:18. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ we will be transformed into the image of the Lord as we behold his glory. It is a process of continual transformation from one level of glory to another. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പൂർണ്ണമായ വീണ്ടെടുപ്പിനായി നാം കാത്തിരിക്കുകയാണ്. ആ ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് സാധിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിലാണ്. അതിനായി നാം ഒരുങ്ങുമോ? കിൻഡർഗാർട്ടൻ അറ്റ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.